ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ സമൂസൻ്റെ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ചപ്പാത്തി മാവിൻ്റെ അത്രയൊക്കെ ഇതിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി എണ്ണ തടവി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ആയി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ബാൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഓരോ ബോളും വീഡിയോയിൽ കാണുന്ന മാതിരി പരത്തിയെടുക്കാം. നമുക്കിത് സമൂസ ഷീറ്റിൻ്റെ അത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വഴണ്ട് വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച കിഴങ്ങും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സമൂസക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.